അഞ്ചുതെങ്ങ് കോട്ടയുടെ പ്രവേശന കവാടത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ രണ്ട് ബോർഡുകൾ കാണാൻ പറ്റും. പുറമേ നിന്നുള്ള കോട്ടയുടെ കാഴ്ചയാണ് ഈ പിക്ചർ. കോട്ടയുടെ ഉൾവശം പുല്ലുകൾ പിടിപ്പിച്ചിരിക്കുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ഇതാണ് ഈ കോട്ടയുടെ തുരങ്കം എന്ന് പറയുന്നത്. കോട്ടയ്ക്കകത്തുള്ള ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി നിർമ്മിച്ചതാണ് ഇത്. എന്നാൽ അത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനു വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നത്. ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കുള്ള ആദ്യത്തെ സിഗ്നലിംഗ് സ്റ്റേഷനായി കോട്ട പ്രവർത്തിച്ചു. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചു. യുദ്ധത്തിലേക്ക് ആവശ്യമായ ആയുധങ്ങൾ ഈ കോട്ടയിൽ സൂക്ഷിച്ചിരുന്നു. ആറ്റിങ്ങലിന്റെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക കൂടിയായിരുന്നു ഇവിടം. കുരുമുളകിന്റെയും കോട്ടൺ തുണിയുടെയും ഒരു വ്യാപാര കേന്ദ്രം വേഗത്തിൽ വളർന്നു. ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തവും വ്യാപാരവുമായിരുന്നു. അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസിനടുത്ത് പ്രവേശിക്കാൻ പ്രവേശന ഫീസ് ഉണ്ട്. കോട്ട 5 മണിക്ക് അടയ്ക്കുന്നു. 199 പടികൾ കയറിയാൽ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് അഞ്ചുതെങ്ങ് കടൽപ്പുറവും കാണാം. തിരുവനന്തപുരത്ത് നിന്ന് 34 കിലോമീറ്റർ അകലെയാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിന് അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷനാണ്. അത് 8 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതിനേക്കാൾ തൊട്ടടുത്ത് വരുന്നത് കടക്കാവൂരാണ്.